ഇപ്പോൾ ഈ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നു, ഇയർ ബാലൻസ് പോകുന്നു, ഇതൊരു വെരി കോമൺ ആയിട്ട് മാറി. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവനാണ് അധികവും. പക്ഷേ ഇത് മലബന്ധവുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇയർ ബാലൻസ് പോകുന്നതും മലബന്ധവും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷേ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. നമ്മുടെ വയറ്റിൽ മല ഉള്ളതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്, മൂക്കിന്, തലച്ചോറിന്, ചെവിക്ക് ഇതിനൊക്കെ മലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലം മുഴുവൻ ഈ സൈനസിലേക്ക് വരികയും ശ്വാസത്തോടൊപ്പം ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ വയറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ഈ മല ഒരിക്കലും സൈനസിലേക്ക് വരില്ല. ആയുർവേദത്തിൽ ഗതി മേലോട്ട് എന്നാണ് ആയുർവേദ ഡോക്ടർമാർ ഇതിനെ പറയുക. അപ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ഈ മലം ഒന്നും ഊറി വരാത്തപ്പോൾ എന്ത് ചെയ്യും? കണ്ണിൻ്റെ മലം അടിഞ്ഞു കൂടുമ്പോൾ കണ്ണിന് പ്രഷർ വരും, ചെവിയുടെ മലം പുറത്തു പോകാത്തപ്പോൾ ഇയർ ബാലൻസ് വരും. ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുക, ഒന്ന് വയറിളക്കുക, നന്നായിട്ടൊന്ന് വയറിളക്കുക. ഒരു 6 മാസം കൂടുമ്പോൾ എല്ലാവരും ഒന്ന് വയറിളക്കേണ്ടതാണ്. വയറിളക്കിയിട്ട് കയ്യൂന്നി നീരോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നസ്യം ചെയ്യും. ഒരു 4 ദിവസം നസ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മലം മുഴുവൻ സൈനസിൽ നിന്ന് ഇങ്ങനെ കഫം വരുന്ന ആളുകൾക്ക് കാണാം. ഈ കഫം വന്ന് പോയി കഴിയുമ്പോൾ ഇയർ ബാലൻസ് ശരിയാകും, കണ്ണിൻ്റെ പ്രഷർ ശരിയാകും. നമ്മുടെ ആനന്ദകേന്ദ്രം ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് ആൾക്കാർ പിന്നീട് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നസ്യം ചെയ്യും. കയ്യൂന്നി നീരൊഴിച്ചിട്ട് നസ്യം ചെയ്യാൻ പറയും 4 ദിവസം, വയറ് ബാലസുതം എല്ലാം കഴിച്ച് വയറിളക്കിയിട്ട്. ഇതിന് ശേഷം ആൾക്കാർ കാഴ്ച കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരത്ഭുതവും ഇല്ല. കണ്ണിൽ മലമടിഞ്ഞുകൂടി കിടന്നിട്ട്, കണ്ണിൻ്റെ മലമടിഞ്ഞുകൂടി കിടന്നിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടിയപ്പോൾ ശരിക്കും കൃത്യമായിട്ട് കാണാൻ പറ്റാതിരുന്നതാണ്. ഈ സൈനസ് ക്ലിയർ ആയപ്പോൾ ആ കാഴ്ചയുടെ ക്ലാരിറ്റി കൂടിയതാണ്. അപ്പോൾ വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ട നടപടിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. അപ്പോൾ കണ്ണിൻ്റെ പ്രഷർ മാറും, ഇയർ ബാലൻസ് മാറും, എല്ലാ പ്രശ്നങ്ങളും മാറും.